ഹലോ ചേച്ചി. പ്രിയൻ ഇന്ന് ശ്രീജിത്തിനെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. നിന്നെ വിളിച്ചിരുന്നോ? ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ കാണാമെന്ന്. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. ദാ ഇപ്പം മെസ്സേജ് അയച്ചിരിക്കുന്നു, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ടിലോട്ട് വന്നാൽ മതിയെന്ന്. എന്താ ചേച്ചി? ഒന്നുമില്ല, ഞാൻ നിന്നെ ഇപ്പോൾ തിരിച്ചു വിളിക്കാം. ശരി ശരി, ഓക്കെ. എന്താ അമ്മേ? ഒരാവശ്യത്തിന് വിളിച്ചാലും കിട്ടില്ല, സ്കൂളിൽ നിന്ന് മെസ്സേജ് അയച്ചാലും നോക്കൂല്ലോ നിന്റെ അച്ഛൻ. എന്താ? എനിക്ക് മടുത്തു. ഒന്ന് പറയാം. ഒന്നുമില്ലാന്ന്. ഇതാ വീട്. എല്ലാവരും ഉണ്ടല്ലോ. നല്ല ബെസ്റ്റ് ടൈമിങ്. ഇവിടെ ഇറങ്ങി ഇനി ചായയൊക്കെ കുടിച്ചിട്ടാണോ പോകുന്നേ? അല്ല, ശരി. ഇവിടുന്ന് പോയപ്പോ മുടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആരാ? ഞാൻ ബ്യൂട്ടി പാർലറിൽ നിന്ന് കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യാൻ വന്ന. അത് ഇത് ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോകുന്ന വഴി. അല്ല, നിങ്ങളുടെ ഈ കള്ളത്തിരക്കൊക്കെ കൂട്ടുവെക്കാൻ എന്നെ കിട്ടില്ല കേട്ടോ. വേറെ മൈൻഡ്. ജീവിതമാണ് സർക്കാർ, ജോലി നൽകൂ സർക്കാർ, ജോലി നൽകൂ സർക്കാർ, സേവ് സിപിഒ റാങ്ക് ലിസ്റ്റ്, സേവ് സിപിഒ റാങ്ക് ലിസ്റ്റ്, സേവ് സിപിഒ റാങ്ക് ലിസ്റ്റ്, ജോലി നൽകൂ സർക്കാർ, നീതി നൽകൂ സർക്കാർ, നീതി നൽകൂ സർക്കാർ, ജീവിതമാണ് സർക്കാർ, ജീവിതമാണ് സർക്കാർ. എന്താ പ്രശ്നം? ചേട്ടാ, ഞങ്ങള് സാധാരണക്കാരുടെ കാര്യം കേൾക്കാൻ ഇവിടെ ആരുമില്ല. ഇവിടെ മന്ത്രിയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ ആര് മൈൻഡ് ചെയ്യാനാണ്? ഇനി ഞെട്ടിക്കുന്ന രീതിയിൽ സമരം ചെയ്തിട്ടേ കാര്യമുള്ളൂ. ജോലി നൽകൂ സർക്കാർ, ജോലി നൽകൂ സർക്കാർ, സേവ് സിപിഒ റാങ്ക് ലിസ്റ്റ്, സേവ് സിപിഒ റാങ്ക് ലിസ്റ്റ്, സേവ് സിപിഒ റാങ്ക് ലിസ്റ്റ്, ജോലി നൽകൂ സർക്കാർ, ടാക്സി സ്റ്റാൻഡ് ഒന്നും എത്താറായില്ലേ? എയർപോർട്ടിൽ നിന്ന് എങ്ങോട്ടേക്കാ ട്രാവല്? ഇപ്പൊ എന്തിനാ നിങ്ങൾ അറിയുന്നേ? അല്ല, എനിക്കൊന്ന് ഹോസ്പിറ്റലും ഫ്ലാറ്റിലും കയറിയാൽ മതിയായിരുന്നു. എനിക്കല്ല അത്ര വിശ്വാസമില്ല. ഇനി ഇതുപോലെ വേണ്ടാത്തൊക്കെ വലിഞ്ഞേറി വരുന്ന ആർക്കറിയാം. പോരാത്തതിന് ഓരോ ഫാൻസ്. ഹലോ ഹലോ, ഞാൻ ഗിബ്സൺ ആണ്. ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നേ. ഐ ഓൾറെഡി ടോൾഡ് യു റൈറ്റ്. ഇതൊരു കുട്ടിയുടെ കാര്യമല്ലേ? വെറുതെ വണ്ടി അടിച്ചിട്ട് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? എടോ, തനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? മനസ്സിലാക്കാൻ വേണ്ടിയാ നേരിട്ട് കാണണമെന്ന് പറയുന്നത്. ഞാനിപ്പോ എയർപോർട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുക. അതെ, നിങ്ങൾ കാശിന്റെ കാര്യത്തിൽ ഒരു സെറ്റിൽമെന്റ് നടത്തണം. ഞാൻ എത്ര പേരെ വിളിച്ചോണ്ടിരിക്കുക, എനിക്ക് വേറെ പണിയുണ്ടെന്നേ. ഈ ബ്ലാക്ക് മെയിലിംഗിന് എനിക്ക് കേസ് കൊടുക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പിന്നെ ഒരു കുട്ടിയുടെ കാര്യം ആയിപ്പോയതുകൊണ്ടാ ഞാൻ. കുട്ടിയുടെ കാര്യം ഞാനും ഇത്ര കൺസേൺ ആവുന്ന. അപ്പൊ ഇന്ന് തന്നെ നമുക്കൊരു ഫൈനൽ സെറ്റിൽമെന്റ് ഇരിക്കാം. എയർപോർട്ടിനടുത്ത് എന്റെ ഓഫീസ്. വണ്ടി ഞാൻ അയക്കാം. ഡ്രൈവറുടെ നമ്പറും വണ്ടിയുടെ ഫോട്ടോയും ഞാൻ വാട്സാപ്പ് ചെയ്യും. ഓക്കെ, ഐ ട്രൈ. ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്യും. നോക്കാം, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അയ്യോ, അല്ല, ഉറപ്പ് പറയണം. ഞാനിന്ന് വേറെ മീറ്റിംഗ് കൊടുക്കുന്നില്ല. അപ്പൊ ശരി.
ഡോക്ടർ ഡ്രൈവറിന്റെ പണിയെടുത്താൽ മതി. അല്ല ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വണ്ടി ഓക്കെ ആണോ? സോറി, പെട്ടെന്ന് വണ്ടി എടുത്തപ്പോ അങ്ങനെ പറ്റിപ്പോയതോ. എവിടെ നോക്കിയാ മിസ്റ്റർ വണ്ടി ഓടിക്കുന്നേ? ഗ്ലാസ് പൊട്ടി കണ്ടില്ലേ? അല്ല അത് നിങ്ങളല്ലേ റോങ് സൈഡ് വന്നത്. എന്റെ ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. ആഹാ, ദേ എന്റെ ചേട്ടനെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. താൻ ഓവർ സ്പീഡിൽ വന്നോണ്ടല്ലോ ഈ ഗ്ലാസ് പൊട്ടി. അല്ല ഇനി ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ എത്ര കാശാവും അറിയോ തനിക്ക്? എന്താണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കാശ് അയ്യടാ, പിച്ചക്കാർ ചോദിക്കണ പോലെയാണോ കാശ് ചോദിക്കുന്നത്? കാറേ എന്റേതാ, പക്ഷെ അതൊക്കെ ചോദിക്കാൻ മനുഷ്യൻ. നമുക്കൊന്ന് സെറ്റിൽ ചെയ്താലോ? എന്റെ കയ്യിൽ കാർഡേ ഉള്ളൂ. ആ, ഇവിടെ അടുത്ത് ATM ഉണ്ടല്ലോ, നമുക്ക് ATM എടുക്കാം. സ്റ്റോപ്പ് ഇറ്റ്. വണ്ടി ഓടിച്ച് ഇങ്ങോട്ടൊന്ന് കേട്ടിട്ട് ഞാൻ പറയുന്നോ? കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കേസ് കൊടുക്ക്. അല്ല ഡോ താ വണ്ടി എടുക്കണോ? കാശ് കൊടുക്കാൻ നടക്കുന്നു. യു ഡിസേർവ് ദിസ്. അവരുടെ മിസ്റ്റേക്കിന് അവരുടെ വായിലിരിക്കുന്നതിനെ കേട്ടപ്പോ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞിട്ട് പോട്ടെ നീ. ഈ സിറ്റിയിൽ ഇങ്ങനെ ഒരു ദിവസം എത്ര വർഷങ്ങളുണ്ടാവും? ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ത്രീ ഇതുപോലെ എന്റെ വണ്ടിയുടെ മുന്നിൽ ഒന്ന് ചാടിയതാ കുട്ടിയായിട്ട്. അങ്ങനെ എന്റെ വണ്ടി ആക്സിഡന്റ് ആയത്. കേസ് ഒതുക്കി തീർക്കാനായിട്ട് ഞാൻ എന്റെ കയ്യിരിക്കുന്ന കാശ് കൊടുക്കുകയും ചെയ്തു. അതാ ഇപ്പൊ ഞാൻ പുലിവാലി പിടിച്ചിരിക്കുന്നത്. ഇന്നലെ അയച്ചോണ്ടല്ലോ ഇത് മതിയോ? ആ നമുക്ക് പോവാ. ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റണേ. കുപ്പികളെ കാത്തോണ്ടേ. പോവാ. അടിപൊളി ഷർട്ടാണല്ലോ ചേട്ടാ. ഇന്നലെ വാങ്ങിച്ചാണ് ഫോട്ടോ എടുക്കാനുള്ളല്ലേ? രാജേട്ടാ. ആ അവരും വരുന്നുണ്ട്. എന്റെ രാജേട്ടാ, നമ്മളെന്താ ടൂറ് പോവാണോ? അയ്യോ, എന്നെക്കാളും വലിയ ഫാനാണ് എന്റെ ഭാര്യയും മക്കളും. രാജേട്ടൻ ഇങ്ങ് വന്നേ. ഇതിപ്പോ നമ്മള് മമ്മൂട്ടിയോട് ജസ്റ്റ് കഥ പറയാൻ വേണ്ടി പോകുന്നല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാരും കൂടെ അപ്പൊ കഥ അവരും കേക്കട്ടെ, നല്ലതല്ലേ? കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സസ്പെൻസ് ഒക്കെ അങ്ങ് പോയില്ലേ? ആണോ? മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുവരാം, അവിടെ ഇരുത്താം, ഭക്ഷണം കൊടുക്കാം, ഫോട്ടോ എടുക്കാം, എന്ത് വേണമെങ്കിലും ആവാലോ. ആണല്ലേ? അന്ന് ഇപ്പൊ അവരോട് വരണ്ടെന്ന് പറയാല്ലേ? ഒരു മിനിറ്റ്. അതേ, നിങ്ങൾ ഇവിടെ ഇറങ്ങ്. ഞാൻ മമ്മൂക്കാനെ പോയി കണ്ടിട്ടേ കഥ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് മമ്മൂക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതല്ലേ നല്ലത്? വാ എല്ലാവരും ഇറങ്ങി 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 വാ, ഇറങ്ങി അങ്ങോട്ട് പോയിക്കോ. തൽക്കാലം ഞാൻ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. ശരി. പോട്ടെ.